പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദാനിയേൽ എന്ന പ്രാർത്ഥനാ മനുഷ്യന്റെ ജീവിതത്തിലൂടെയുള്ള വചനചിന്തയുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. അതേ പ്രിയമുള്ളവരെ, ആദ്യത്തെ ദിവസം നമ്മൾ ചിന്തിച്ചത് ദാനിയേലിന്റെ വിശുദ്ധ ജീവിതം. രണ്ടാമത്തെ ദിവസം ദാനിയേൽ എന്ന പ്രാർത്ഥനാ മനുഷ്യനെ പറ്റി ചിന്തിച്ചു. മൂന്നാമത്തെ ദിവസത്തെ ചിന്ത ദാനിയേലിന്റെ ദൈവവചനത്തിലുള്ള അഗാധമായ പാണ്ഡിത്യവും അറിവ് എന്നിവയെക്കുറിച്ചായിരുന്നു. നാലാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ധീരതയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ പ്രാർത്ഥന കൊണ്ട് പരാജയപ്പെടുത്തിയ അനേക ഭക്തന്മാരുടെ ജീവിതം അനുകരണീയമാണ്. അവരുടെ പക്വമായ സമീപനം എത്രയെത്ര പ്രശ്നങ്ങളെ വളരെ ലഘുവായി പരിഹരിക്കുവാനായിട്ട് സഹായിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൽ ദാനിയേലിന്റെ ജീവിതം ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ. ചെയ്യാത്ത കുറ്റത്തിന് സിംഹക്കുഴി തനിക്ക് ശിക്ഷയായി ലഭിച്ചപ്പോൾ മറ്റൊന്നും എതിർത്തു പറയാതെ ആ ശിക്ഷ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തി നിറവേറുവാനായിട്ട് ദാനിയേൽ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഇത്രയൊക്കെ പ്രതിസന്ധികൾ ദാനിയേലിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വരുന്നത്? ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നല്ലോ, വിശുദ്ധ ജീവിതം നയിക്കുന്ന മനുഷ്യനായിരുന്നല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് ദാനിയേലിന്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഉള്ളുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഒരൊറ്റ കാര്യം മാത്രമേ അതിന് മറുപടി പറയുവാനായിട്ടുള്ളൂ. ദൈവമക്കൾ, ഒരു ദൈവ പൈതൽ എവിടെ ആയിരിക്കുന്നുവോ, താൻ ഏത് പ്രവർത്തന മേഖലകളിലായിരിക്കുന്നോ, തൻ്റെ പ്രവർത്തന മേഖലകളിൽ വിശ്വസ്തനായി ജോലി ചെയ്യുവാനായിട്ട് തയ്യാറാകണം. അപ്രകാരം പ്രാർത്ഥനയോടും വിശ്വസ്തയോടും വിശ്വാസത്തോടും നമ്മെ ഏൽപ്പിക്കപ്പെടുന്ന ചില ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ നിർവഹിക്കുമ്പോൾ, വിട്ടുവീഴ്ചകളിൽ ഒരിക്കലും നാം തയ്യാറാകാതെ നിൽക്കുമ്പോൾ നാലുപാടും നിന്ന് നമുക്ക് മുമ്പിൽ ശത്രുക്കൾ എഴുന്നേക്കും. ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മുട്ടുകൾ മടക്കുമ്പോൾ സാത്താന്റെ മുട്ടുവിറയ്ക്കുമെന്ന് നാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ നാം നേരിടുവാൻ തയ്യാറാവുകയാണെങ്കിൽ ദാനിയേൽ ജയം പ്രാപിച്ചതുപോലെ നമ്മുടെ പല പ്രതികൂലമായ സാഹചര്യങ്ങളിലും വിജയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ദാനിയേലിന്റെ സാഹചര്യങ്ങൾ എല്ലാം പ്രതികൂലമായി. മാളിക മുറിയിൽ നിന്ന് തനിക്ക് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് കഴിയുന്നില്ല. 4 വശവും ഒരുപോലെ അടയ്ക്കപ്പെടുകയാണ്. രാജാവിനെ വണങ്ങിയില്ല എങ്കിൽ സിംഹക്കുഴി തീർച്ച. മനുഷ്യർ ആരും സഹായത്തിനില്ല. സഹപ്രവർത്തകരൊക്കെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഉണ്ടായിരുന്ന രാജാവും അവസാനം കൈവിട്ടു. ഒരു സാഹചര്യങ്ങളും തനിക്ക് അനുകൂലമല്ലാതെ വന്ന ആ ഒരു പ്രതികൂലമായ സാഹചര്യത്തിലാണ് ദാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. ദൈവാലയത്തിന് അഭിമുഖമായിട്ട് താൻ മുട്ടുമേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഏതൊരു ഭക്തന്റെയും ജീവിതത്തിൽ അവൻ അനുഭവിച്ചിട്ടുള്ള സത്യമായ ഒരു അവസ്ഥ തന്നെയാണ്. പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും ദാനിയേൽ മുട്ടുമടക്കിയില്ല. പ്രശ്ന പരിഹാരകന്റെ മുമ്പിലാണ് ദാനിയേൽ മുട്ടുമടക്കിയത്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ പ്രതീക്ഷിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് ദൈവം അവനെ നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദാനിയേലിന്റെ ജീവിതം വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് വെല്ലുവിളികൾ തരികയാണ്. ഈ ഒരു ദിവസം, ഈ ഒരു വചനചിന്ത നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തട്ടെ, പ്രത്യാശപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ, നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാവ് എ ബ്ലെസ്സഡ്